വയനാട് മേപ്പാടിക്ക് സമീപം നല്ലന്നൂരിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. രാത്രി 8 മണിയോടെയാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത്. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ മേഖലയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഇനി പുലിയെ ഇവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോവുക? അതിന് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ആരോഗ്യ നിലയാണോ ഉള്ളത്? എന്തൊക്കെയാണ് അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്? കുമാർ, ഈ മൂപ്പൈനാട് പഞ്ചായത്തിലെ തീനപുരത്തിനടുത്താണ് ഈ നല്ലന്നൂർ എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഏറെ ദിവസമായി ഇത്തരത്തിൽ വലിയ രീതിയിൽ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പുലിയുടെ ശല്യം നേരത്തെ രൂക്ഷമായ പ്രദേശമാണ്. തോട്ടം മേഖലയാണ് ഈ മേഖല, ഈ പ്രദേശം. അവിടെയാണ് ഇങ്ങനെ പുലിയുടെ ശല്യം തുടർച്ചയായി ഉണ്ടാകുന്നത്. ഇതിനിടയിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സ്ഥിരമായി വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചത്. ഈ കൂട്ടിലാണ് പുലി ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി കുടുങ്ങിയിരിക്കുന്നത്. പുലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് വനംവകുപ്പ് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില സംബന്ധിച്ചുള്ള പരിശോധന നടന്നു വരുന്നതേ ഉള്ളൂ. ഏത് തരത്തിലാണ് ആരോഗ്യനില സംബന്ധിച്ചുള്ള പരിശോധന നടന്നു വരുന്നതേ ഉള്ളൂ. തോട്ടം മേഖലയാണ്, അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഈ പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇങ്ങനെ വളർത്തുമൃഗങ്ങളെ തുടർച്ചയായി പിടികൂടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട് വെച്ചത്. ഇതിനിടയിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. വിജയവും സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് മേപ്പാടിയിൽ നിന്ന്.